നമസ്കാരം, ഞാൻ കൃഷ്ണ കിഷോർ. US വീക്ക്ലി റൗണ്ടപ്പിന്റെ പുതിയ ലക്കത്തിലേക്ക് ന്യൂയോർക്കിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്സ്. പ്രസിഡന്റ് ബറാക് ഒബാമ ഈ വർഷം ഇന്ത്യ സന്ദർശിക്കും. ഇന്ത്യ തന്ത്രപ്രധാനമായ സഖ്യകക്ഷിയെന്ന് അമേരിക്ക. ടൊയോട്ടയുടെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഉപഭോക്താക്കൾക്ക് ആത്മവിശ്വാസം പകരാനുള്ള നടപടികൾ പ്രാവർത്തികമാക്കുമെന്ന് ടൊയോട്ട. വിന്റർ ഒളിമ്പിക്സ് സമാപ്തിയിലേക്ക്. ഹോളിവുഡ് വിശേഷത്തിൽ ഇന്ന് മാറ്റ് ഡേമന്റെ പുതിയ ചിത്രം ഗ്രീൻ സോൺ. എറൗണ്ട് അമേരിക്കയിൽ ന്യൂയോർക്കിലെ നഗരക്കാഴ്ചകൾ. ലൈഫ് സ്റ്റൈലിൽ വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവം. അമേരിക്കൻ പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിനിടയിലെ ഇന്ത്യൻ നൃത്തരൂപങ്ങൾ. US വീക്ക്ലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി അമേരിക്ക ദിസ് വീക്ക്. അമേരിക്ക ദിസ് വീക്ക് ആരംഭിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഈ വർഷം ഇന്ത്യ സന്ദർശിക്കും. വാഷിംഗ്ടണിൽ വിദേശകാര്യ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി റോബർട്ട് ബ്ലേക്ക് അറിയിച്ചതാണ് ഇത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പ്രധാനപ്പെട്ട മിക്ക രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയ ഒബാമയ്ക്ക് കഴിഞ്ഞ വർഷം വാഷിംഗ്ടൺ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യയിലേക്ക് ക്ഷണം നീട്ടിയിരുന്നു. ഒബാമയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ല. ഇന്ത്യയുമായുള്ള ബന്ധത്തിന് ഒബാമ വൻ പ്രാധാന്യമാണ് നൽകുന്നതെന്നും അഫ്ഗാനിസ്ഥാന്റെ പുനഃസംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നടത്തിയ 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും ബ്ലേക്ക് പറഞ്ഞു. ആണവ കരാർ, പ്രതിരോധ മേഖലയിലെ സഹകരണം തുടങ്ങി തന്ത്രപ്രധാനമായ പല വിഷയങ്ങളും ഒബാമയുടെ ഇന്ത്യ സന്ദർശനത്തിൽ ചർച്ച ചെയ്യപ്പെടും. ടൊയോട്ടയുടെ പ്രശ്നങ്ങൾ തുടരുന്നു. കഴിഞ്ഞ 50 വർഷത്തിൽ ആഗോള വാഹന വ്യവസായത്തിൽ മുൻപന്തിയിലെത്തിയ ടൊയോട്ടയ്ക്ക് അമേരിക്കൻ വിപണി നിർണായകമാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ടൊയോട്ടയുടെ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങളിലെ ആക്സിലറേറ്റർ തകരാറുകൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തിയ ടൊയോട്ട ഇതിനകം 80 ലക്ഷം വാഹനങ്ങളാണ് ഉപഭോക്താക്കളിൽ നിന്ന് കേടുപാടുകൾ തീർക്കാൻ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. കാംറി, കൊറോള, പ്രയസ് എന്നീ ജനപ്രിയ മോഡലുകളിലാണ് അപകടം സംഭവിക്കാൻ കാരണമാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. ടൊയോട്ട കാറുകളുടെ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നടപടികൾ സ്വീകരിക്കാനും US കോൺഗ്രസ് തയ്യാറെടുത്തതോടെ ഈ പ്രശ്നത്തിന് ഗൗരവം വർദ്ധിച്ചു. ഇതിന്റെ ഭാഗമായ ടൊയോട്ടയുടെ പ്രസിഡന്റ് അക്കിയോ ടൊയോഡ കഴിഞ്ഞ വാരം US കോൺഗ്രസിന്റെ ഉപസമിതി മുൻപിൽ ഹാജരായി. ടൊയോട്ട വാഹനങ്ങളുടെ സുരക്ഷ ഭാവിയിൽ ഉറപ്പുവരുത്താൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വാഹനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ടൊയോട്ട അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ വൻ പിഴയടക്കമുള്ള നടപടികൾക്ക് തുനിയുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ടൊയോട്ട കാറുകളുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കയിൽ രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഉപഭോക്താക്കൾക്ക് ആത്മവിശ്വാസം പകരാൻ കമ്പനി ശ്രമങ്ങൾ തുടരുന്നത്. ഇനി അല്പം ഹോളിവുഡ് വിശേഷം. മാറ്റ് ഡേമൺ വീണ്ടും ആക്ഷൻ ഹീറോയായി എത്തുന്ന ചിത്രമാണ് ഗ്രീൻ സോൺ. ബോൺ ഐഡന്റിറ്റി, ബോൺ അൾട്ടിമേറ്റം എന്നീ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത പോൾ ഗ്രീൻഗ്രാസ് ആണ് ഗ്രീൻ സോൺ സംവിധാനം ചെയ്തത്. Does it make any sense we're still coming up empty? No. The CIA has a secret. People are dying. I want to know why. Get out of my way. Now they have a problem. I know what you did. വാഷിംഗ്ടൺ പോസ്റ്റിലെ പത്രപ്രവർത്തകനായ ഇന്ത്യൻ വംശജൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇംപീരിയൽ ലൈഫ് ഇൻ ദ എമറൽഡ് സിറ്റി എന്ന നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഗ്രീൻ സോൺ. ഇറാഖാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. I came here to save lives. As long as he's out there, he's a threat. You take him out. You're my prisoner. I'm bringing you in. ഇറാഖിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ചിത്രം. മാറ്റ് ഡേമൺ റോയ് മില്ലർ എന്ന സൈനികനായി എത്തുന്നു. ചിത്രം മാർച്ച് 12-ന് തിയേറ്ററുകളിൽ എത്തും. ലൈംഗിക അപവാദത്തെ തുടർന്ന് ഗോൾഫിൽ നിന്ന് താൽക്കാലികമായി വിരമിച്ച ടൈഗർ വുഡ്സ് കളിയിൽ തിരിച്ചെത്താൻ വൈകും. തന്റെ വ്യക്തിജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഒട്ടേറെ പേരെ നിരാശപ്പെടുത്തിയെന്ന് കഴിഞ്ഞ വാരം ക്ഷമാപണം നടത്തിയ ടൈഗർ വുഡ്സ് കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സയിലാണെന്നും പറഞ്ഞു. I am deeply sorry for my irresponsible
and selfish behavior. തനിക്കെതിരെ ഉണ്ടായ അപവാദങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ടൈഗർ വുഡ്സിന്റെ ക്ഷമാപണ പ്രസംഗം അമേരിക്കയിലെ മാധ്യമങ്ങൾ വൻ പ്രാധാന്യമാണ് നൽകിയത്. I was unfaithful. I had affairs. I cheated. What I did is not acceptable. And I am the only person to blame. ടൈഗർ വുഡ്സിന്റെ അമ്മയും സുഹൃത്തുക്കളും അടക്കമുള്ളവരെ സാക്ഷി നിർത്തി നടത്തിയ ദീർഘമായ ക്ഷമാപണ പ്രസംഗത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. വുഡ്സിന്റെ ഭാര്യ എലിന്റെ അസാന്നിധ്യവും ശ്രദ്ധേയമായി. US വീക്ക്ലി റൗണ്ടപ്പിന് ന്യൂസ് ചെറിയ ഇടവേളയാണ്. We'll be right back. Sanjoy Augustine, Certified Public Accountant. Individual, partnership, corporate, non-profit. Payroll services, tax preparation services, accounting services. 718-343-2371. CMC Furniture is celebrating its 25th year in business in New Rochelle, serving New York, New Jersey, and Connecticut. We are the only furniture store left in New Rochelle that sells name brand furniture at discounted prices. Know why CMC Furniture has survived so well for so long? We have tastefully furnished so many of our customers to their enduring satisfaction. Join us in celebrating our 25th anniversary and save on top quality home furniture and accessories at CMC Furniture. The first and foremost website for American Malayalis, emalayali.com. Let's go. Friends Car Care, located in Teaneck, New Jersey. എല്ലാ ഫോറിനും ഡൊമസ്റ്റിക് കാറുകളും ഇവിടെ റിപ്പയർ ചെയ്യുന്നു. One and only Malayali owned repair facility in North Jersey for all your auto repairs. New Jersey inspection. Friends Car Care, Teaneck, New Jersey 201-833-4200. All makes tires and batteries. Friends Car Care, Teaneck, New Jersey 201-833-4200. Sitar Palace, ultimate in Indian cuisine. കേരളത്തിന്റെ തനതായ രുചി നിങ്ങൾക്കായി ഒരുക്കുന്ന റോക്ക്ലാൻഡ് കൗണ്ടിയിലെ പ്രശസ്ത റെസ്റ്റോറൻറ്റ്. വിവാഹമാകട്ടെ, ബാപ്റ്റിസം ആകട്ടെ, സ്വീറ്റ് 16 ആകട്ടെ, ഞങ്ങളുടെ സ്പെഷ്യൽ കേറ്ററിംഗ് മാനേജർ നിങ്ങൾക്കായി എല്ലാം ഒരുക്കുന്നു. പ്ലീസ് വിസിറ്റ് sitarpalace.com or contact us at 845-365-0939. Sitar Palace, ultimate in Indian cuisine. Please visit sitarpalace.com. The first and foremost website for American Malayalis, emalayali.com. അമേരിക്കയുടെ 2010 സെൻസസ് പുരോഗമിക്കുന്നു. 10 വർഷത്തിനുള്ളിൽ ഒരിക്കലാണ് അമേരിക്കയിൽ സെൻസസ് നടക്കുന്നത്. 2010 സെൻസസിന്റെ വിവരങ്ങൾ അമേരിക്കൻ പൗരന്മാർ ഏപ്രിൽ 1 സമർപ്പിക്കണം. 10 ചോദ്യങ്ങൾ മാത്രമടങ്ങിയ ലഘുവായ പ്രക്രിയയാണ് ഈ വർഷത്തെ സെൻസസ്. ഏപ്രിൽ 1 വിവരങ്ങൾ നൽകാത്തവരെ സെൻസസ് വകുപ്പ് കണ്ടെത്തി അവരുടെ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടിയും പ്രാവർത്തികമാക്കും. സെൻസസിൽ എല്ലാവരും പങ്കാളികളാകുവാൻ ടെലിവിഷൻ പരസ്യങ്ങൾ ഉൾപ്പെടെ വൻ പ്രചരണ തന്ത്രങ്ങളാണ് ഈ വർഷം നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയവരെ കേന്ദ്രീകരിച്ചും പ്രചരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 2010 സെൻസസ് ഫലങ്ങൾ ഡിസംബറോടെ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് സമർപ്പിക്കും.